ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ 36ാമത് ദേവി ഭാഗവത യജ്ഞവും നവരാത്രി ആഘോഷവും ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെ പുല്ലാംവഴി ദേവൻ സനൽ നാരായണൻ നമ്പൂതിരി ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിച്ചു. ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ 36ാമത് ശ്രീമദ് ദേവി ഭാഗവത നവരാത്രി ആഘോഷം ആരംഭിച്ചു. ഒക്ടോബർ 2 മുതൽ 13 വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. 10-ന് ദുർഗാഷ്ടമി, 11, 12-ന് മഹാനവമി, 13-ന് വിജയദശമി എന്നിവ നടക്കുമെന്ന് ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. 2-ാം ദിവസം രാവിലെ 5 മുതൽ നിർമ്മാല്യ ദർശനം, ക്ഷേത്രാചാര ചടങ്ങുകൾ, ഹരിനാമ കീർത്തനം, 5:30-ന് മഹാഗണപതി ഹോമം, സൂക്ത ജപങ്ങൾ, 7-ന് പാരായണം, 8-ന് ഗായത്രി ഹോമം, മൃത്യുഞ്ജയ ഹോമം, 12 ആത്മീയ പ്രഭാഷണം, 12:30-ന് അന്നദാനം, വൈകിട്ട് 7-ന് നിർമ്മാലയം വിളക്കും, ദീപാരാധന, ഭജന എന്നിവ നടക്കും. തുടർന്ന് 8-ന് അത്താഴപൂജ, ഇതിനെ തുടർന്ന് നൃത്തോത്സവം എന്നിവ നടക്കും. ക്ഷേത്രം തന്ത്രി ദേവൻ നാരായണൻ നമ്പൂതിരി ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിച്ചു. മുകുന്ദകുമാരൻ നമ്പൂതിരി യജ്ഞാചാര്യനും പ്രയാർ നന്ദകുമാർ, പുതിയവിള പ്രസന്നൻ, ചവറ പീതാംബരൻ എന്നിവർ യജ്ഞ പൗരാണികരുമാണ്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എസ് ബിന്ദിഷ്, സെക്രട്ടറി കെ അരവിന്ദാക്ഷൻ, ട്രഷറർ എൻ നന്ദകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു. പുതുപ്പള്ളി ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 36ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും നവരാത്രി ആഘോഷങ്ങളുമാണ് ഇന്നലെ മുതൽ ഇവിടെ ആരംഭിച്ചത്. ഇന്നലെ രാവിലെ 8 മണിക്ക് ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെ പുല്ലാംവഴി ശ്രീ ദേവൻ സനൽ നാരായണൻ നമ്പൂതിരി ഭദ്രദീപ പ്രതിഷ്ഠ നടത്തിയതോടെ നവാഹ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് പ്രഭാഷണം, എന്നും എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ദീപാരാധന വൈകിട്ട്, അത് കഴിഞ്ഞ് യജ്ഞമണ്ഡപത്തിലെ ദീപാരാധന കഴിഞ്ഞാൽ എല്ലാ ദിവസവും കലാപരിപാടികൾ, കുട്ടികളുടെ അരങ്ങേറ്റം അടക്കമുള്ള കലാപരിപാടികൾ ഉണ്ടാവും. 9 ദിവസവും ഭക്ഷണത്തിന് വേണ്ടി, അന്നദാനം നൽകുന്നതിന് വേണ്ടി ഭയങ്കര തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട രീതിയിലുള്ള വഴിപാടുകളും സദ്യയും കാര്യങ്ങളെല്ലാം പ്രോഗ്രസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസങ്ങളും സാമൂഹിക പ്രവർത്തനയുള്ള കാര്യങ്ങൾ കൂടി ഭരണസമിതി ശ്രദ്ധിക്കാറുണ്ട്. ഭരണ കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്നത്, സാമൂഹിക പ്രവർത്തനമുള്ള കാര്യങ്ങളെല്ലാം ക്ഷേത്രം പരിപൂർണമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം വിജയകരമായ ഈ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളും പൊതുജനങ്ങളുടെ സമർപ്പമാണ് ഇത് വിജയിപ്പിക്കാൻ കൂടുതൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വികസന പ്രവർത്തനം പലതും നടന്നുകൊണ്ടിരിക്കുന്ന കാരണത്താൽ ഇപ്പോൾ മുറ്റുകൊണ്ട് വന്നപ്പോഴും ജനങ്ങളുടെ നിർഭരമായ സഹായം കൊണ്ട് ധാരാളം വരിയും അതിന് സദ്യക്കാനുള്ള സാധനങ്ങളെല്ലാം ദിവസം വന്നുകൊണ്ടിരിക്കുന്നു. 4ാമത്തെ ദിവസമാണ് തിരുവിളക്ക് പൂജ, അതുപോലെ ഗുരുതി തർപ്പണം. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചടങ്ങാണ്. 3ാമത്തെ ദിവസം കൃഷ്ണാവതാരം, മഹിഷാസുരമർദ്ദിനി അവതാരമൊക്കെ നടക്കുന്ന ദിവസമാണ്. അന്ന് ഗുരുതി തർപ്പണം. നമ്മുടെ ഇവിടെ വലിയ ഗുരുതി എന്ന് പറയുമ്പോൾ ആരുടെയും പേരിൽ നടത്തുന്നില്ല. എന്നാൽ നവായജ്ഞത്തോടനുബന്ധിച്ച് നടത്തുന്ന ഗുരുതി തർപ്പണ പൂജ എന്ന് പറയുന്നത് ബഹുജനങ്ങൾക്ക് അതിൽ പങ്കാളികളാകാറുണ്ട്. 4ാമത്തെ ദിവസം പറയുന്നത് പ്രധാന ഹോമകാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. 7 ദിവസങ്ങളിൽ മൃത്യുഞ്ജയ ഹോമം, 9 ദിവസം ഗായത്രി ഹോമം, 9 ദിവസം ഗണപതി ഹോമം, അതുപോലെ തന്നെ സപ്തമാതൃപൂജ 7ാമത്തെ ദിവസം. 7ാമത്തെ ദിവസം തന്നെ കുമാരി പൂജ. അപ്പോൾ അതുകൂടാതെ 9ാമത്തെ ദിവസം നവഗ്രഹ പൂജ, ധാരാഹോമം മുതലായ ചടങ്ങുകളോടുകൂടിയാണ് നമ്മുടെ യജ്ഞം സമർപ്പിക്കപ്പെടുന്നത്. 9ാമത്തെ ദിവസം വൈകിട്ട് 4 മണി ഉച്ചയോടുകൂടി ദേവി ഭാഗവതം സമർപ്പിക്കുകയും അതിനുശേഷം പുസ്തകം പൂജ വെക്കുകയാണ്. ഇപ്രാവശ്യം 3 ദിവസങ്ങളാണ് പുസ്തകം പൂജയ്ക്കിരിക്കുന്നത്. അതായത് നമ്മുടെ 10-ാം തീയതി ദുർഗാഷ്ടമി, 11-ഉം 12-ഉം മഹാനവമി, 13-ാം തീയതിയാണ് വിദ്യാരംഭം, വിജയദശമി. രാവിലെ 8:30 മണിയോടുകൂടി 8 മണിക്ക് ശേഷമാണ് പൂജ എടുപ്പും വിദ്യാരംഭം ആരംഭിക്കുന്നത്. ഈ മഹത്തായിരിക്കുന്ന ചടങ്ങുകളിൽ എല്ലാ ജനങ്ങളുടെയും, ഈ 6 കരയിൽ മാത്രമല്ല മറ്റ് കരകളിൽപ്പെട്ട എല്ലാ ഭക്തജനങ്ങളും ദൈവയുടെ സന്നിധിയിലെത്തി ഈ കർമ്മത്തിൽ പങ്കെടുക്കാറുണ്ട്. അന്നദാനത്തിന് ഈ കരകളും അതുപോലെ കര വിട്ടുള്ള ആളുകൾ അരി, നാളികേരം, പച്ചക്കറി വർഗ്ഗങ്ങൾ, ചാക്ക് കണക്കിനുള്ള കരകളിൽ നിന്നുള്ള അരികളും അങ്ങനെ എല്ലാവിധമായിരിക്കുന്ന സഹകരണവും ഭക്തജനങ്ങളിൽ നിന്നുണ്ട്. ഇതിലെല്ലാം നാട്ടുകാരുടെ നല്ലവിധമായ സഹകരണമുണ്ട്. അതുപോലെ തന്നെ ഈ യജ്ഞത്തിന് തുടക്കം കുറിച്ചത് ഈ 36 വർഷവും പൗർണമി സംഘമാണ് ഇതിന് ആദ്യം നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സൈഡ് നെറ്റ് ന്യൂസ്, ദേവികുളങ്ങര.